ഇപ്പം ക്രൗഡിനെ കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. നമുക്ക് ഓഡിഷൻ വഴിയാണ് നമ്മൾ 3 പേരെ സെലക്ട് ചെയ്തത്. പടം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം. ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ എല്ലാ രീതിയിലുള്ള അഭിനയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും വിഷു കൊണ്ടുപോകും എന്തായാലും. തീർച്ചയായിട്ടും വിഷുവും പെരുന്നാളായിട്ട് എല്ലാവരും 3 സിനിമകളും കണ്ട് അടിപൊളിയാവട്ടെ. അടിപൊളിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഫഹദ്ക്കാടുള്ള. നമുക്ക് ഓഡിഷൻ വഴിയാണ് നമ്മൾ 3 പേരെ സെലക്ട് ചെയ്തത്. അടിപൊളിയായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് വെച്ചിട്ട് നല്ലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. നമുക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി നിങ്ങളെല്ലാവരും പറയേണ്ടുള്ളത്. നമ്മൾ സ്വന്തം പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫഹദ്ക്കാടെ ഭാഗത്തുനിന്ന് കുറെ ഇൻപുട്സ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കരമായിട്ട് എന്തായിട്ടുള്ള ടൈമിങ്ങും പുള്ളിയുടെ ഓരോ എന്താ പറയണ്ട സ്വിച്ച് ആവാനുള്ള പുള്ളി ഓരോ ടേക്കിലും ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കും. യെസ് നമുക്ക് അത് ഭയങ്കര ത്രില്ലായിരുന്നു പുള്ളിയുടെ പെർഫോം ചെയ്യാൻ. താങ്ക് യു. പടം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം. അതെ അതെ അതൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാം ഗുണ്ടകളായിട്ട് നമുക്ക് അതിനെ പറ്റുന്ന കളക്ഷൻ വരില്ലല്ലോ. അല്ല എല്ലാ പടങ്ങളും ഹിറ്റ് ആവട്ടെ. ഇപ്പൊ അങ്ങനെയാണല്ലോ വരുന്ന എല്ലാ പടങ്ങളൊക്കെ ഹിറ്റ് ആവുകയാണല്ലോ. അപ്പൊ എല്ലാ പടങ്ങളും ഹിറ്റ് ആവട്ടെ. പിന്നെ ഉറപ്പായിട്ടും എല്ലാ 3 പടങ്ങൾ ഇന്ന് 3 പടമല്ല ഇറങ്ങിയിരുന്നു. 3 പടങ്ങൾ ഹിറ്റ് ആവട്ടെ. ഞാൻ അടുത്ത വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാ. കാണും എന്തായാലും കാണും. അതെ അതെ ഇല്ല പറയാറായിട്ടില്ല. നടികർ വരുന്നുണ്ട്. ശരിയാണല്ലോ. നടികർ ചെറിയ പരിപാടിയാ. അല്ല പറയാറായിട്ടില്ലൊന്നും. എല്ലാ പടവും സീമായിട്ട് ഇങ്ങനെ നോക്കാം നമുക്ക്. അത് പറയാം. വരട്ടെ ആവട്ടെ പടം ഇറങ്ങാറാവട്ടെ പറയാം. പടം നല്ല പടമാണ്. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. ഒരു ആവേശമായിട്ട് തന്നെ നമുക്ക് കേരളക്കരയായ മൊത്തം ഒരു ആവേശമായിട്ട് തന്നെ മാറും പടം. അതെ 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 ഈ പടം തീർച്ചയായിട്ടും മികച്ച നമ്മുടെ ഇപ്പോൾ ഇനിയും ആടുജീവിതത്തിന് ശേഷം ഒരു ഹിറ്റായിട്ട് മാറാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് ആവേശം. ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ എല്ലാ രീതിയിലുള്ള അഭിനയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കുറച്ച് നമുക്ക് നല്ല ഒരു ലാഗിങ്ങും ഇല്ലാതെ നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു പടമാണ്. അല്ല ഉണ്ട് കഥയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പടം നല്ല ഒരു ഇതില്ലാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല സിനിമയാണ്. വളരെ അടിപൊളിയായിരുന്നു. അതെ അതെ എന്റർടൈൻമെന്റ് ആണ്. ഫുള്ളി എന്റർടൈൻഡ് ആണ്. അവരെല്ലാം അടിപൊളിയായിരുന്നു. 3 പേരും ആയിരിക്കും. ഇല്ല ഒരു കണക്ഷൻ ഇല്ല. 2 പേർ അറിയാം. പടം അടിപൊളിയാണ്. റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയല്ലേ. ഫാഫയൊക്കെ പൊളിയാണ്. സജിൻ അടിപൊളിയാണ്. പിന്നെ അതിനൊക്കെ പക്ക എന്റർടൈനറാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. തീർച്ചയായിട്ടും രംഗന പൊളി. പിന്നെ രംഗന്റെ കൂടെയുള്ള സജിൻ അടിപൊളിയാണ്. പിന്നെ ബാക്കി 3 പേര് അടിപൊളിയാണ്. തീർച്ചയായിട്ടും വിഷു കൊണ്ടുപോകും എന്തായാലും. തീർച്ചയായിട്ടും ബാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചിലപ്പോ ഉറപ്പില്ല. ചിലപ്പോ സമയമുണ്ടല്ലോ എല്ലാം പറ്റും. എക്സ്പെക്റ്റേഷൻ ആവേശം തന്നെയായിരുന്നു. നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊജക്റ്റ് ആണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഒന്നും പറയാനില്ല. അതെ ആദ്യം ചെയ്ത ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇതും ഭയങ്കര എക്സ്ട്രാ വേറെ ഭയങ്കര ഹൈപ്പറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഹൈ ആയിട്ടുള്ള. ഉറപ്പായിട്ടും ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നു ഇത്രയും വലിയൊരു ആക്ടറിന്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അത് ചെയ്യാൻ പറ്റി. ഇത്രയും വലിയൊരു സ്കെയിലൊരു പടത്തിൽ ചെയ്യാൻ പറ്റി. പടം നോക്കാം നമുക്ക്. ഇപ്പൊ എല്ലാവരും ഇറങ്ങി ഹാപ്പിയാണ്. എല്ലായിടത്തും നല്ല റെസ്പോൺസ് തന്നെ. ഇനിയിപ്പോ നോക്കാം എല്ലായിടത്തും ആൾക്കാരും.
ഉറപ്പായിട്ടും ആവട്ടെ. എല്ലാ സിനിമകളും ആവട്ടെ. ഇപ്പൊ ഇറങ്ങി റിലീസ് ചെയ്ത എല്ലാ പടങ്ങളും ആവട്ടെ. 3 സിനിമ അടിക്കട്ടെ. വിഷുവും പെരുന്നാളായിട്ട് എല്ലാവരും 3 സിനിമകളും കണ്ട് അടിപൊളിയാവട്ടെ. അത് മതി. പ്രൊജക്ടുകൾ വരുന്നുണ്ട് എന്തായാലും. ഇപ്പൊ വിളിച്ചിട്ടില്ല. ഞങ്ങൾ 2 ദിവസം മുന്നേ കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ച് ഹാപ്പിയാണ്. പുള്ളി ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം നല്ലതാണല്ലോ. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ്. ഇപ്പം ക്രൗഡിൻ്റെ കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, റെസ്പോൺസ് എല്ലാം കേട്ടിട്ട്. അല്ല, അങ്ങനെ വേണമല്ലോ. നമ്മൾ സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ. രോമാഞ്ചം കഴിഞ്ഞു, ഇത് ആവേശമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൾക്കാരോട് തന്നെ ചോദിക്കേണ്ടത്. ഇപ്പം ഞാൻ പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ പടത്തെക്കുറിച്ച് പറയുന്നത് മോശമല്ലേ? അപ്പം ആളുകൾ കണ്ടിട്ട് കൊണ്ടുപോകുന്നുള്ളതല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഇപ്പം കണ്ടപ്പോൾ ബോധ്യമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതെ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. പടം ആൾക്കാരോട് കണ്ടു, എല്ലാവരും ഭയങ്കര ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഞാൻ 1-2 ഷോയ്ക്കാണ് കയറാൻ പോവാണ്. അപ്പോൾ എല്ലാം ഇവിടെ അല്ല, ഞാൻ വേറെ തിയേറ്ററിലൊന്ന് കാണാൻ വേണ്ടി പോവാണ്. വേറെ ഏത് ചിത്രം? എൻ്റെ ചിത്രം വീണ്ടും വീണ്ടും കാണാൻ പോവാണ് ആൾക്കാരുടെ കൂടെ, ക്രൗഡിൻ്റെ കൂടെ. ശരി, അതെ, കാണുന്നുണ്ട് ഉറപ്പായിട്ട്. ഇന്നത്തെ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് താന്നതിന് ശേഷം ആ പടങ്ങൾക്ക് കയറാമെന്ന് വിചാരിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഈ ആവേശത്തിൽ നിൽക്കട്ടെ. ആവേശം കഴിഞ്ഞിട്ട്. അതെ. താങ്ക് യു.